1953 ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിൽ മാർ മാത്യു കാവുകാട്ട് പിതാവിന്റെ ദീർഘവീക്ഷണത്താൽ എളിയ രീതിയിൽ ആരംഭിച്ച ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ഹോസ്പിറ്റൽ ഇന്ന് ആരോഗ്യ പരിപാലന രംഗത്ത് കർമ്മനിരതമായ 70 വർഷങ്ങൾ പൂർത്തീകരിച്ച് ഒരു നാടിന്റെ മുഴുവൻ തണലായി മാറിയിരിക്കുന്നു. കർദിനാൾ ആന്റണി പടിയറ പ്രീസ്റ്റ് ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികർ താമസിച്ചുകൊണ്ടിരുന്ന വൈദിക മന്ദിരം പുതുക്കിപ്പണിതു. 2021 സെപ്റ്റംബർ 8 കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ശിലാസ്ഥാപനം നടത്തിയ വൈദിക മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2022 ഡിസംബറിൽ പൂർത്തിയാവുകയും ചെയ്തു. 2023 ജനുവരി 6 ദനഹ തിരുനാളിന് അഭിവന്യമാർ ജോർജ് കോച്ചേരി പിതാവ്, അഭിവന്യമാർ തോമസ് തറയിൽ പിതാവ് എന്നിവരുടെ മഹനീയ സാന്നിധ്യത്തിൽ അഭിവന്യമാർ ജോസഫ് പെരുന്തോട്ടം പിതാവ് വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. ദീപശിഖ പ്രയാണവും ബൈക്ക് റാലിയും ഡിസംബർ 20 70ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അഭിവന്യ കാവുകാട്ട് പിതാവിന്റെ കബറിടത്തിൽ നിന്നും ദീപശിഖ പ്രയാണവും ബൈക്ക് റാലിയും സംഘടിപ്പിച്ചു. കബറിടപ്പള്ളിയിലെ പ്രാർത്ഥനയ്ക്ക് വികാരി ജനറാളും ആശുപത്രി മാനേജറുമായ പെരിയ ബഹുമാനപ്പെട്ട ജോസഫ് വാണിപുരയ്ക്കൽ നേതൃത്വം നൽകുകയും ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ജെയിംസ് പി കുന്നത്തച്ഛൻ ദീപശിഖ കൈമാറുകയും ചെയ്തു. ആശുപത്രിയുടെ കവാടത്തിലെത്തിയ ദീപശിഖ അഭിവന്യ മാർ ജോർജ് കോച്ചേരി പിതാവ് സ്വീകരിച്ച് സന്ദേശം നൽകി. സർജിക്കൽ ICU സർജറിക്ക് ശേഷം രോഗി പരിചരണം കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ നവീകരിച്ച സർജിക്കൽ ICU പ്രവർത്തനം ആരംഭിച്ചു. അഭിവന്യ തോമസ് തറയിൽ പിതാവ് വെഞ്ചരിപ്പ് കർമ്മം നടത്തി. ബ്ലോക്കിന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ഓപ്പറേഷൻ തിയേറ്റർ ബ്ലോക്ക് എന്ന പേര് നൽകി. മണിമലയിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് ശിലയിട്ടു. ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ആശുപത്രിയുടെ ശാഖയായി മണിമലയിൽ സ്ഥാപിക്കുന്ന ഇൻഫന്റ് ജീസസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ശിലാസ്ഥാപന കർമ്മം 2023 ജൂലൈ 3 സെയിന്റ് തോമസ് ദിനത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം നിർവഹിച്ചു. തുടർന്ന് ചെത്തിപ്പുഴ സെയിന്റ് തോമസ് കോളേജ് ഓഫ് നഴ്സിംഗ് ആർച്ച് ബിഷപ്പ് ജോസഫ് പൗവത്തിൽ ബ്ലോക്കിന്റെ ആശീർവാദവും നവീകരിച്ച MRI സ്കാനിംഗ് മെഷീന്റെ സ്വിച്ച് ഓൺ കർമ്മവും ജൂലൈ 3 സെയിന്റ് തോമസ് ദിനത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ അഭിവന്യ മാർ തോമസ് തറയിൽ പിതാവ് നിർവഹിച്ചു. ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ആശുപത്രിയുടെ സെയിന്റ് തോമസ് ദിനാചരണത്തിന്റെ ഉദ്ഘാടനവും നവീകരിച്ച വെബ്സൈറ്റിന്റെ ലോഞ്ചും ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ P. പ്രസാദ് നിർവഹിച്ചു. വിവിധ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു. ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ആശുപത്രിയുടെ ഹോം ഡേയും ഡോക്ടേഴ്സ് ദിനാഘോഷവും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ആഘോഷങ്ങളുടെ ഭാഗമായി ഹോസ്പിറ്റൽ സ്റ്റാഫ് അംഗങ്ങളും അവരുടെ കുട്ടികളും വിവിധ സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിച്ചു. കൂടാതെ SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയ സ്റ്റാഫ് അംഗങ്ങളുടെ കുട്ടികളെയും തോമസ് നാമധാരികളെയും യോഗത്തിൽ ആദരിച്ചു. വാർഷികാഘോഷങ്ങളുടെയും ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിന്റെയും ഭാഗമായി ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സംഗമം ചങ്ങനാശ്ശേരി അതിരൂപത ആസ്ഥാനത്ത് വെച്ച് സംഘടിപ്പിച്ചു. ഈ ഓണം ഒന്നിച്ചോണം, ആരവങ്ങളും ആഘോഷങ്ങളുമായി ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ആശുപത്രിയിൽ ഈ ഓണം ഒന്നിച്ചോണം വിപുലമായ സാംസ്കാരിക പരിപാടികളോടെ സംഘടിപ്പിച്ചു. 3 ദിവസങ്ങൾ നീണ്ടുനിന്ന ഓണാഘോഷത്തിൽ പായസമേളയും ഓണം ഘോഷയാത്രയും അത്തപ്പൂക്കള മത്സരവും മാവേലി മന്നൻ മത്സരം ഉൾപ്പെടെയുള്ള വിവിധ കലാകായിക മത്സരങ്ങളും സംഘടിപ്പിച്ചു. നല്ല ആരോഗ്യത്തിന്റെ കാവൽക്കാരായ ഫാർമസിസ്റ്റുകളുടെ സേവനത്തിന്റെ പ്രാധാന്യവും ആവശ്യകതയും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ദിനമാണ് ലോക ഫാർമസിസ്റ്റ് ദിനം. ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ഹോസ്പിറ്റലിൽ ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന വിവിധ സാംസ്കാരിക ബോധവൽക്കരണ പരിപാടികളോടെ ലോക ഫാർമസിസ്റ്റ് ദിനം വിപുലമായി ആഘോഷിച്ചു. ഹൃദയവാക്കത്തോടും ആൻജിയോപ്ലാസ്റ്റിക് വിധേയരായവരുടെ സംഗമവും ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ സർഗക്ഷേത്രയുടെ സഹകരണത്തോടെ ലോക ഹൃദയ ദിനവും വയോജന ദിനവും വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ഹൃദയങ്ങൾ തുടിക്കട്ടെ ഒരേ താളത്തിൽ എന്ന ആശയവുമായി സംഘടിപ്പിച്ച ഹൃദയതാളം പരിപാടിയുടെ ഭാഗമായി വാക്കത്തോണും ഹോസ്പിറ്റലിൽ ആൻജിയോപ്ലാസ്റ്റിക് വിധേയരായവരുടെ സംഗമവും സൗജന്യ മെഡിക്കൽ ചെക്കപ്പും ബോധവൽക്കരണ ക്ലാസും പോസ്റ്റർ കോമ്പറ്റീഷനും സംഘടിപ്പിച്ചു. ചങ്ങനാശ്ശേരി DYSP ബിജു V. നായർ ഹൃദയവാക്കത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഞങ്ങളുണ്ട് കൂടെ. ചികിത്സയിൽ അവസാനിക്കുന്നില്ല രോഗികളുമായുള്ള ബന്ധം. ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ആശുപത്രിയുടെ പാലിയേറ്റീവ് കെയർ സംവിധാനം ഗുരുതര രോഗാവസ്ഥയിലുള്ള രോഗികൾക്ക് ഏറ്റവും മികച്ച ചികിത്സയും സാന്ത്വനവും കരുതലോടെ ഉറപ്പു നൽകുന്നു. കൂടാതെ ആശുപത്രിയിലെത്തി ഡോക്ടറെ കാണാൻ ബുദ്ധിമുട്ടുള്ള പ്രായമായവർ, ഭിന്നശേഷിക്കാർ, പാലിയേറ്റീവ് രോഗികൾ എന്നിങ്ങനെയുള്ളവർക്ക് ഡോക്ടറും നഴ്സും അടങ്ങുന്ന സംഘം വീട്ടിലെത്തി
വിദഗ്ധ ചികിത്സ നൽകുന്ന സാന്ത്വനം ഹോം കെയർ സർവീസ് പദ്ധതിയും നിലവിലുണ്ട്. പാലിയേറ്റീവ് കെയർ വോളണ്ടിയർമാരുടെ സംഗമം. ലോക ഹോസ്പൈസ് ആൻഡ് പാലിയേറ്റീവ് കെയർ ദിനത്തോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരി അതിരൂപത മർക്കാവുകാട്ട് പാലിയേറ്റീവ് ആൻഡ് ഫാമിലി ഹെൽത്ത് കെയറും ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ഹോസ്പിറ്റലും സംയുക്തമായി പാലിയേറ്റീവ് കെയർ വോളണ്ടിയർമാരുടെ സംഗമം സംഘടിപ്പിച്ചു. പാലിയേറ്റീവ് കെയർ വിഭാഗത്തിൽ നിന്നും ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോറൻസ് നൈറ്റിംഗേൾ അവാർഡ് കരസ്ഥമാക്കിയ ശ്രീമതി ഷീല റാണി VS-നെ ആദരിച്ചു. നവീകരിച്ച ഓർത്തോപീഡിക്സ് ആൻഡ് സ്പോർട്സ് മെഡിസിൻ വിഭാഗവും ഫിസിയോതെറാപ്പി സെന്ററും നാടിന് സമർപ്പിച്ചു. അന്തർദേശീയ സൗകര്യങ്ങളോടുകൂടി നവീകരിച്ച ഓർത്തോപീഡിക്സ് ആൻഡ് സ്പോർട്സ് മെഡിസിൻ വിഭാഗത്തിന്റെയും ഫിസിയോതെറാപ്പി സെന്ററിന്റെയും ഉദ്ഘാടനം ഡോക്ടർ ശശി തരൂർ MP നിർവഹിച്ചു. ഏറ്റവും മികച്ച സ്പോർട്സ് മെഡിസിൻ സേവനങ്ങൾക്കായി പൂർണ്ണമായും അമേരിക്കൻ നിർമ്മിതമായ ചാട്ടുനൂങ്ങയുടെ സ്പോർട്സ് മെഡിസിൻ ഫിസിയോതെറാപ്പി ഉപകരണങ്ങളാണ് ആശുപത്രിയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. 1000-ലധികം മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ പൂർത്തിയാക്കിയ ആശുപത്രിയിലെ പ്രഗത്ഭരായ 5 അസ്ഥിരോഗ ചികിത്സാ വിദഗ്ധരുടെ സേവനം 24 മണിക്കൂറും ലഭ്യമാണ്. ബ്ലഡ് സെന്റർ ഏറ്റവും സുരക്ഷിതവും ഫലപ്രദവുമായ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനു വേണ്ടി രക്തത്തിന്റെ ശേഖരണം മുതൽ രക്തത്തിന്റെ തരംതിരിക്കൽ, വിതരണം, ഗുണമേന്മ തുടങ്ങിയ മേഖലകളിൽ കൃത്യതയും സുരക്ഷിതത്വവും ഞങ്ങൾ ഉറപ്പുവരുത്തുന്നു. NABH അംഗീകാരം നേടുന്ന മധ്യ കേരളത്തിലെ ആദ്യത്തെയും കേരളത്തിലെ 4ാമത്തെയും ബ്ലഡ് സെന്ററാണ് ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ഹോസ്പിറ്റലിലേത്. ഇന്ത്യയിലെ തന്നെ ചുരുക്കം ബ്ലഡ് സെന്ററുകൾക്ക് മാത്രം ലഭിച്ചിട്ടുള്ള അംഗീകാരമാണ് ചെത്തിപ്പുഴ ആശുപത്രി നേടിയത്. ആശുപത്രിയുടെ പ്രാന്തപ്രദേശങ്ങളിലുള്ള 30-ലധികം വരുന്ന ആശുപത്രികൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ രക്തം നൽകുവാൻ സജ്ജമായ ഒരു ടീമും നമുക്കുണ്ട്. സൈലെക്സ് 2K23 ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ഹോസ്പിറ്റലും സെയിന്റ് തോമസ് കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസും സംയുക്തമായി മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ വിദ്യാർത്ഥികളുടെ 22ാമത് ദക്ഷിണേന്ത്യൻ 9ാമത് ദേശീയ വാർഷിക സമ്മേളനം SAMT സൈലെക്സ് 2K23 ആതിഥേയത്വം വഹിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്ത മാർ ജോസഫ് പെരുന്തോട്ടം അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിന്റെ ഉദ്ഘാടനം KUHS പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ CP വിജയൻ നിർവഹിച്ചു. 4 സംസ്ഥാനങ്ങളിൽ നിന്നായി 2800-ൽ പരം വിദ്യാർത്ഥികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. തോട്ടയ്ക്കാട് ഇരുവച്ചിറയിൽ ആരംഭിക്കുന്ന സെയിന്റ് തോമസ് ഹെൽത്ത് സെന്റർ ആശീർവദിച്ചു. ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ തോട്ടയ്ക്കാട് ഇരുവച്ചിറയിൽ ആരംഭിക്കുന്ന സെയിന്റ് തോമസ് ഹെൽത്ത് സെന്ററിന്റെ ആശീർവാദം ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്ത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം നിർവഹിച്ചു. ചലനം സൗജന്യ കൃത്രിമക്കാൽ വിതരണ ക്യാമ്പ് റോട്ടറി ക്ലബ്ബ് ഓഫ് ചങ്ങനാശ്ശേരിയുടെ ആഭിമുഖ്യത്തിൽ ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ആശുപത്രി ലിം സെന്ററിന്റെ സഹകരണത്തോടെ സൗജന്യ കൃത്രിമക്കാൽ വിതരണ ക്യാമ്പ് ചലനം സംഘടിപ്പിച്ചു. ആശുപത്രിയുടെ 70ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ക്യാമ്പിൽ 112-ലധികം അർഹരായ രോഗികൾക്ക് സൗജന്യമായി കൃത്രിമക്കാൽ വിതരണം ചെയ്തു. 50 ലക്ഷത്തിലധികം തുക ചിലവ് വരുന്ന ഈ പ്രോജക്ട് ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ഹോസ്പിറ്റലിന്റെ സേവന മികവിന് വലിയ നേട്ടമായി കരുതുന്നു. നവീകരിച്ച എമർജൻസി ആൻഡ് ട്രോമ കെയർ വിഭാഗം നാടിന് സമർപ്പിച്ചു. ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ആശുപത്രിയിലെ എമർജൻസി ആൻഡ് ട്രോമ കെയർ വിഭാഗം ആധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ച് നാടിന് സമർപ്പിച്ചു. 24 മണിക്കൂറും സുസജ്ജമായ അത്യാഹിത വിഭാഗത്തിൽ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ പ്രാപ്തമായ മൈനർ OTയും റിസസിറ്റേഷൻ റൂമും പ്രൊസീജിയർ റൂമും ഐസൊലേഷൻ റൂമുകളും 25 കിടക്കകളുള്ള ട്രോമ കെയർ വിഭാഗവും ഫാസ്റ്റ് ട്രാക്ക് OPയും ക്രമീകരിച്ചിട്ടുണ്ട്. 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായ ഓർത്തോപീഡിക്സ്, ന്യൂറോ ആൻഡ് സ്പൈൻ സർജറി, ക്രിട്ടിക്കൽ കെയർ വിഭാഗങ്ങൾ, MRI, CT, കാത്ത് ലാബ്, ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ മുതലായ സേവനങ്ങളും 24 മണിക്കൂറും എമർജൻസി ഫിസിഷ്യന്റെ സേവനവും ഏതൊരു അത്യാഹിത സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാൻ പര്യാപ്തമാണ്. പരിചയസമ്പന്നരായ എമർജൻസി ഡോക്ടേഴ്സ്, അത്യാഹിത വിഭാഗത്തിൽ പ്രത്യേക പരിശീലനം പൂർത്തിയാക്കിയ നഴ്സുമാർ, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, അന്തർദേശീയ നിലവാരമുള്ള ഉപകരണങ്ങൾ എന്നിവ ആശുപത്രിയിലെ എമർജൻസി ആൻഡ് ട്രോമ കെയർ വിഭാഗത്തിന്റെ പ്രത്യേകതകളാണ്. എമർജൻസി വിഭാഗത്തിന് ലഭിച്ച NABH അംഗീകാരം ബഹുമാനപ്പെട്ട ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിൽ നിന്നും ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജെയിംസ് P. കുന്നത്ത് ഏറ്റുവാങ്ങി. കോട്ടയം ജില്ലയിലെ ഏക NABH അക്രഡിറ്റഡ് എമർജൻസി വിഭാഗമാണ് ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ആശുപത്രിയിലേത്. ആതുര സേവന മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള ബെസ്റ്റ് ഹെൽത്ത് കെയർ അവാർഡ് ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ആശുപത്രിക്ക് ലഭിച്ചു. ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ആശുപത്രി മാതൃശിശു സൗഹൃദ ആതുരാലയമെന്ന ദേശീയ അംഗീകാരം കരസ്ഥമാക്കി. കുറഞ്ഞ ചിലവിൽ പ്രസവ ചികിത്സ ചെത്തിപ്പുഴയിൽ താരാട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ഹോസ്പിറ്റൽ ഒബ്സ്ട്രെറ്റിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ
കുറഞ്ഞ ചിലവിൽ പ്രസവ ചികിത്സ ലഭ്യമാക്കുന്ന താരാട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ആരോഗ്യരംഗത്തെ മികച്ച സേവനത്തിനുള്ള ആദരം ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ആശുപത്രി ഏറ്റുവാങ്ങി. കേരള കൗമുദിയുടെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ആശുപത്രി ആരോഗ്യരംഗത്തെ മികച്ച സേവനത്തിനുള്ള ആദരം ബഹുമാനപ്പെട്ട സഹകരണ സാംസ്കാരിക രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവനിൽ നിന്നും ഏറ്റുവാങ്ങി. കഹോ സർട്ടിഫിക്കറ്റ്. ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ആശുപത്രിയിലെ മെഡിക്കൽ ഉപകരണങ്ങൾ, ഉപഭോക്തൃ വസ്തുക്കൾ എന്നിവ അണുവിമുക്തമാക്കുന്ന സെൻട്രൽ സ്റ്റെറൈൽ സർവീസസ് ഡിപ്പാർട്ട്മെന്റിന് CSSD കൺസോർഷ്യം ഓഫ് അക്രഡിറ്റഡ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന്റെ അവയർനെസ് കംപ്ലയിന്റ്സ് എക്സലൻസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു. 70ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ആശുപത്രിയിൽ ഡയാലിസിസ് 300 രൂപയ്ക്കും കീമോതെറാപ്പി 200 രൂപയ്ക്കും ആർദ്രം പദ്ധതിയുടെ ഭാഗമായി ആശുപത്രിയിലെ ഡോക്ടേഴ്സ്, സ്റ്റാഫ്, സ്റ്റുഡൻസ് എന്നിവരുടെ സാമ്പത്തിക സഹായം നിരവധി നിർധനരായ രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുവാനുള്ള വഴിയൊരുക്കി. ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ആശുപത്രിയുടെ 70ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പ്രവാസികളുടെ കുടുംബങ്ങൾക്കായി കരുതൽ പദ്ധതി ഒരുക്കിയിരിക്കുന്നു. പ്രവാസി അപ്പസ്തോലേറ്റിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന കരുതൽ പദ്ധതിയുടെ ആനുകൂല്യം പ്രവാസി അപ്പസ്തോലേറ്റിന്റെ അംഗങ്ങളായ എല്ലാവർക്കും നേടാവുന്നതാണ്. കവചം. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുക, ആരോഗ്യകരമായ ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പ് ഉറപ്പുവരുത്തുക എന്നിവ ലക്ഷ്യം വെച്ചാണ് ഓരോ വർഷവും അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിക്കുന്നത്. അമൃതം. അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പദ്ധതി. ഗർഭിണികളായവർക്ക് പ്രത്യേക ക്ലാസുകളും കൗൺസിലിംഗുകളും. വിവിധ പഞ്ചായത്തുകളിലെ 1000-ൽ പരം വീടുകളിൽ സൗജന്യ മെഡിക്കൽ പരിചരണം നൽകിയ സുസ്മേര പദ്ധതി. അതുല്യം. മണിമല പ്രദേശത്തെ സാധാരണക്കാരായവർക്ക് വേണ്ടി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സമ്മാനം. അസോസിയേഷൻ ഓഫ് കോട്ടയം മിമിക്രി ആർട്ടിസ്റ്റിന്റെയും ബിൽഡിംഗ് ഡിസൈനേഴ്സിന്റെയും നേതൃത്വത്തിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാന ചടങ്ങ് ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ആശുപത്രി അങ്കണത്തിൽ വെച്ച് കൈമാറി. അതർ ആക്ടിവിറ്റീസ്. ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ആശുപത്രിയിൽ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം വിപുലമായ ആഘോഷ പരിപാടികളോടെ നടത്തപ്പെട്ടു. വനിതകൾക്കായുള്ള മാരത്തോൺ, ശ്രീമതി ഷിജി ജോൺസൺ നയിച്ച കരിയർ ടോക്സ്, ബെസ്റ്റ് അപ്പിയറൻസ് അവാർഡ് തുടങ്ങി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ വൃക്കരോഗികളുടെയും അവരുടെ ശുശ്രൂഷകരുടെയും സ്നേഹസംഗമം സംഘടിപ്പിക്കപ്പെട്ടു. പാലാത്ര കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെയും പാലാത്ര കൺസ്ട്രക്ഷൻസിന്റെയും സഹകരണത്തോടെ നടപ്പിൽ വരുന്ന സൗജന്യ ഡയാലിസിസ് കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA നിർവഹിച്ചു. ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ഹോസ്പിറ്റലിലെ സെയിന്റ് തോമസ് അക്കാദമി ഓഫ് ഹെൽത്ത് കെയർ മാനേജ്മെന്റ് വിഭാഗം ആരോഗ്യമേഖലയിലെ ഡിജിറ്റൽ പരിവർത്തനം ദേശീയ കോൺഫറൻസ് കാവൽക്കട് 2023 സംഘടിപ്പിച്ചു. സെയിന്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ ജോസഫ് പാറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. ലോക രക്തദാതാക്കളുടെ ദിനാചരണവും മെഗാ രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു. ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ റേഡിയോ മീഡിയ വില്ലേജിന്റെയും സെയിന്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷന്റെയും സംയുക്ത സഹകരണത്തോടെ ലോക രക്തദാതാക്കളുടെ ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. സുഭിഷം. ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഓണക്കാലത്ത് വിഷരഹിതവും സുരക്ഷിതവുമായ പച്ചക്കറികൾ ലഭിക്കുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സുവിഷം പദ്ധതിയുടെ ഉദ്ഘാടനവും സൗജന്യ പച്ചക്കറി വിത്ത് വിതരണവും ചങ്ങനാശ്ശേരി MLA അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ നിർവഹിച്ചു. കുട്ടികൾക്കായുള്ള ഗൈഡൻസ് പ്രോഗ്രാം ഡ്രീം ബിഗ് സംഘടിപ്പിച്ചു. ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ആശുപത്രിയിലെ കുടുംബാംഗങ്ങളുടെ കുട്ടികൾക്കായി പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും മികവ് തെളിയിക്കുവാൻ അവരെ പ്രാപ്തരാക്കുന്ന ഗൈഡൻസ് പ്രോഗ്രാം ഡ്രീം ബിഗ് സംഘടിപ്പിച്ചു. റേഡിയോളജി ദിനാചരണം. രോഗനിർണയത്തിലും ചികിത്സയിലും നിർണായക പങ്കുവഹിക്കുന്ന റേഡിയോഗ്രാഫിക് ഇമേജിംഗിനെയും തെറാപ്പിയെയും കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ആശുപത്രിയിൽ ലോക റേഡിയോളജി ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ലോക പ്രമേഹ ദിനാചരണവും വാക്കത്തോണും. ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ആശുപത്രിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡയബറ്റിക് കെയർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ ലോക പ്രമേഹ ദിനാചരണവും വാക്കത്തോണും സംഘടിപ്പിച്ചു. ആഘോഷ പരിപാടികൾ പ്രശസ്ത സിനിമാ താരം പ്രശാന്ത് മുരളി ഉദ്ഘാടനം ചെയ്തു. ചങ്ങനാശ്ശേരി സർഗക്ഷേത്രയുടെ നേതൃത്വത്തിൽ ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ആശുപത്രിയുടെ സഹകരണത്തോടെ ലഹരിക്കെതിരായി അണിനിരക്കൂ എന്ന സന്ദേശവുമായി ചങ്ങനാശ്ശേരി മാരത്തോൺ സംഘടിപ്പിച്ചു. ലഹരി എന്ന വിപത്തിനെ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച മാരത്തോൺ കേരള പോലീസ്, കേരള എക്സൈസ്, വിമുക്തി മിഷൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, ഫെഡറൽ ബാങ്ക്, വിവിധ സ്കൂളുകൾ, കോളേജുകൾ, സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ എന്നിവരുടെ കൂട്ടായ ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിച്ചത്.
ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ഹോസ്പിറ്റൽ ഓർത്തോപീഡിക്സ് ആൻഡ് സ്പോർട്സ് മെഡിസിൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പൊതുജനാരോഗ്യ ബോധവൽക്കരണ പരിപാടി ഉണർവ് സംഘടിപ്പിച്ചു. അർജുന അവാർഡ് ജേതാവ് ക്യാപ്റ്റൻ സജി തോമസ് ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അവാർഡ്സ്: ഡോക്ടർ മുരളി അപ്പുക്കുട്ടൻ, ഹോണേഡ് വിത്ത് FRC. ഡോക്ടർ N രാധാകൃഷ്ണൻ മെഡിക്കൽ ഇന്നൊവേഷൻ അവാർഡ്. മഹാത്മാഗാന്ധി സർവകലാശാല ഗ്ലോബൽ അക്കാദമിക് കാർണിവൽ യുനോയ 2023 വെച്ച് ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ഹോസ്പിറ്റൽ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ N രാധാകൃഷ്ണന് മെഡിക്കൽ ഇന്നൊവേഷൻ അവാർഡ് നൽകി ആദരിച്ചു. ഡോക്ടർ മാത്യു പുതിയിടം ദീപിക എക്സലൻസ് അവാർഡ് ഇൻ മെഡിക്കൽ. ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ബോബൻ തോമസ് യങ് ഇന്ത്യൻ എക്സലൻസ് ഇൻ ഓങ്കോളജി കെയർ അവാർഡ് കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്ന് ഏറ്റുവാങ്ങി. ദീപിക അവാർഡിനർഹനായി ഡോക്ടർ ജോജി ബോബൻ. ആരോഗ്യപരിപാലന രംഗത്ത് 26 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ തോമസ് സെബാസ്റ്റ്യൻ. ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ഹോസ്പിറ്റൽ സപ്തവർണ്ണ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആശുപത്രിയിലെ മുൻ ജീവനക്കാരുടെ സംഗമം സ്മൃതി ഹോസ്പിറ്റൽ സാന്തോം ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. വിളംബര ഘോഷയാത്ര. ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ആശുപത്രിയുടെ 70ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഒരു വർഷക്കാലമായി നടത്തിവന്നിരുന്ന വിവിധ കാരുണ്യ പദ്ധതികളുടെയും ആഘോഷ പരിപാടികളുടെയും സമാപനത്തിന്റെ ഭാഗമായി ചങ്ങനാശ്ശേരി ഡിവൈഎസ്പി സജി മാർക്കോസ് ഫ്ളാഗ് ഓഫ് ചെയ്ത ഇരുചക്ര വാഹന വിളംബര യാത്ര ഹോസ്പിറ്റൽ സ്ഥാപകൻ ദേവദാസന്മാർ മാത്യു കാവുകാട്ട് പിതാവിന്റെ ഖബറടക്ക പള്ളിയിലെത്തി അനുഗ്രഹം തേടി. മധ്യ കേരളത്തിലെ ആദ്യ NABH 5th എഡിഷൻ അംഗീകാരം നേടിയ ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ഹോസ്പിറ്റൽ NABH നഴ്സിംഗ് എക്സലൻസ്. മധ്യ കേരളത്തിലെ തന്നെ ആദ്യ NABH അംഗീകൃത ബ്ലഡ് സെന്റർ. കോട്ടയം ജില്ലയിലെ ഏക NABH അംഗീകൃത എമർജൻസി വിഭാഗം. ഇന്ത്യയിലെ ആദ്യ QAI സർട്ടിഫിക്കേഷൻ നേടിയ ആശുപത്രി. മാതൃശിശു സൗഹൃദ ആതുരാലയം. CSSD, കഹോ, ACE സർട്ടിഫിക്കേഷൻ, ISO സർട്ടിഫിക്കേഷൻ എന്നിവ ഉൾപ്പെടെ തികവാർന്ന നിരവധി നേട്ടങ്ങളാണ് ഇതിനോടകം കൈവരിച്ചിരിക്കുന്നത്. നാടിന്റെ തണലിൽ നല്ല ചികിത്സ ലഭ്യമാക്കിക്കൊണ്ട് മുന്നേറുന്ന ചെത്തിപ്പുഴ സെയിന്റ് തോമസ് ആശുപത്രിയെ വളർച്ചയിലേക്ക് വഴി നടത്തിയ ഡോക്ടേഴ്സ്, മറ്റ് ജീവനക്കാർ, സഹകാരികളെയും ഏറെ നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുന്നു.